എൻ്റെ ഒ പി പ്രാക്ടീസിൽ ഞാൻ വളരെ സാധാരണമായിട്ട് അഭിമുഖീകരിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ 2 വയസ്സുള്ള കുട്ടി ഉറങ്ങണേ ഇല്ല ഡോക്ടറെ, എന്താ ചെയ്യുക അതിനെന്നുണ്ട്. അപ്പം 2 വയസ്സുള്ളൊരു കുട്ടിയിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ഒരു 11 മുതൽ ഒരു 14 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങുന്നൊരവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മിനിമം ഒരു 8 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും കുട്ടി ഉറങ്ങണമെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഉറക്കത്തിനായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഉറങ്ങുന്നതിനായിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിനൊരു ഉറക്കത്തിൻ്റെ ഒരു രീതി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും ഒരേ സമയത്ത് കുട്ടിയെ ബെഡിൽ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിക്ക് ഉറങ്ങാനുള്ളൊരു സ്റ്റിമുലേഷൻ വരാൻ തുടങ്ങും. അതുമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട് കാണുന്നൊരു പ്രശ്നം, ഹോളിഡേയ്സിൽ ഇപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ച അന്നത്തെ സ്ലീപ്പ് പാറ്റേൺ ഒന്ന് വ്യത്യാസമായിട്ട് വരുന്നത്. ഒരിക്കലും 1 മണിക്കൂറിൽ കൂടുതൽ സാധാരണ ദിവസവുമായിട്ട് ഈ ദിവസങ്ങൾക്ക് അന്തരമില്ലാതെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിനായിട്ടുള്ളൊരു അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഒരു 1 മണിക്കൂർ മുന്നെങ്കിലും TV, വീഡിയോ ഗെയിംസ്, മൊബൈലിൽ കാണുന്ന യൂട്യൂബ്സ് ഇങ്ങനത്തതൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ചില വീഡിയോ ഗെയിംസും TV എല്ലാം കുട്ടിയുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രക്രിയകളാണ്. അപ്പോൾ ഒരു ഉറക്ക സമയത്തിൻ്റെ ഒരു 1 മണിക്കൂർ മുന്നെങ്കിലും ഇങ്ങനെ ഈ രീതിയിലുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേമാതിരി ആ അന്തരീക്ഷത്തിൽ ഒരു വളരെ സൗണ്ടുള്ള ഒരു അന്തരീക്ഷം അല്ലാതെ നോക്കുക. ഇനി ശബ്ദം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല, ടൗണിൻ്റെ നടുക്കാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഈവൻ ഇയർ പ്ലഗ്സ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതേമാതിരി തന്നെ ഉറക്ക സമയത്ത് കുട്ടികൾക്ക് പാട്ടുകൾ പാടിക്കൊടുക്കുന്നതോ കഥാപുസ്തകങ്ങളിൽ നിന്ന് കഥകൾ വായിച്ചു കൊടുക്കുന്നതോ ഒരു പതിവാക്കിയാൽ, എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഉറക്കത്തിന് സഹായിക്കാനായിട്ട് ആ ഒരു ഉറക്കത്തിനുള്ള റുട്ടീൻ സെറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റും. അപ്പോൾ ഈ മാതിരി കാര്യങ്ങളാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഫീനേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കാപ്പി, ചായ തുടങ്ങിയ സാധനങ്ങൾ, ചോക്ലേറ്റ്സ്, ജങ്ക് ഫുഡ്സ്, ഈ മാതിരി കാര്യങ്ങൾ ഉറക്കത്തിന് മുന്നേ 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കും. ഈ കഫീനേറ്റഡ് ഡ്രിങ്ക്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും ഉറക്ക സമയത്തുള്ള ഉപയോഗം കുട്ടികളുടെ ഉറക്കത്തിനെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഈ കാര്യങ്ങളാണ് നമുക്കൊരു ഉറക്കത്തിന് ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക, ഉറക്കത്തിനുള്ളൊരു അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാക്കുക, അതിന് പ്രതികൂലമായി ബാധിക്കുന്ന മാതിരിയുള്ള ഘടകങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ കുട്ടിയുടെ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഉറക്കത്തിനൊരു ദിനചര്യ ഉണ്ടാക്കാനായിട്ട് കുട്ടിയെ നമ്മൾ സഹായിക്കുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക.